ഹായ് ഓൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പിസ്സ റെസിപ്പി അയച്ചാണ്. അപ്പോൾ ഓവണൊന്നും ഇല്ലാതെ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന സെയിം ടേസ്റ്റിൽ വീട്ടിൽ എങ്ങനെയാണ് പിസ്സ റെഡി ആക്കുക എന്നുള്ളതാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ പിസ്സ ഡോ ആണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 ടീസ്പൂണോളം ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് ഓയിൽ ഒഴിവാക്കിയിട്ട് ഒലിവ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഈസ്റ്റാണ്. അപ്പോൾ അരമണിക്കൂർ മുന്നേ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഡയറക്റ്റ് വേണമെങ്കിലും ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്നത് പാലൊഴിച്ചിട്ടാണ്, വെള്ളം ഇതിൽ ചേർക്കുക ചെയ്യില്ല. അപ്പോൾ ഇത് ആവശ്യത്തിന് ഇങ്ങനെ കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് പാലൊഴിച്ചിട്ട് കുഴച്ച് കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഏറി പോവും. അങ്ങനെ വെള്ളം ഏറി പോവുകയാണെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ പാലിങ്ങനെ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് കുഴച്ച് തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഡോ ഇതാ അത്യാവശ്യം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് സ്മൂത്തായിട്ട് കുഴഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഈ ഡോ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഞാനതൊരു ബോൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒരു ഡബയിലിട്ടിട്ട് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ നേരത്തേക്ക് ഞാനതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോസേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് തക്കാളി, അതുപോലെ തന്നെ 2 കളറിലുള്ള ഒലിക്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ പിസ്സ റെഡിയാക്കാനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പിസ്സ ഡോ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഡോ എടുത്തിട്ട് നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അത്യാവശ്യം കട്ടി തന്നെ പരത്തി കൊടുക്കുക. തിന്നായിട്ട് പരത്തിയാൽ പെട്ടെന്ന് തന്നെ പിസ്സയുടെ താഴ്ഭാഗം ക്രിസ്പി ആയി പോകും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ പാന് വലിയ പാനായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ പിസ്സയുടെ സോസാണ് കേട്ടോ. പിസ്സ സോസാണ്, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനൊക്കെ കിട്ടും. പിന്നെ കുറച്ച് കെച്ചപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പിസ്സ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കെച്ചപ്പ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കൂടി പോയിട്ടുണ്ടെങ്കിൽ പിസ്സക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചീസാണ് കേട്ടോ, മൊസറല്ല ചീസാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസൊക്കെ കൂടുതൽ ഇടുമ്പോൾ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒലീവ്സ് ആണ് ഇട്ടെടുക്കുന്നത്, ബ്ലാക്ക് കളറിലുള്ള ഒലീവാണ് ഇട്ടെടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രീൻ കളറിലുള്ള ഒലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളിയൊക്കെ ഒരു 1/2 പീസ് തക്കാളിയൊക്കെ മതിയാവും കേട്ടോ. കൂടുതലിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പുളിപ്പ് ഫീൽ ചെയ്യും. കുഞ്ഞ് പീസസ് ആക്കിയിട്ട് വേണം നമ്മൾ തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ആഡ് ചെയ്തെടുക്കുന്നത് ക്യാപ്സിക്കാണ്. അപ്പോൾ പിസ്സയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ ക്യാപ്സിക്കം. അപ്പോൾ ഞാനിത് അവിടെ 2 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കളറുള്ള ക്യാപ്സിക്കം ആയാലും മതി. അപ്പോൾ ഗ്രീൻ കളറിലുള്ളതും യെല്ലോ കളറിലുള്ളതും കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്തെടുക്കുന്നത്. ചെറിയ പീസുകളാക്കിയിട്ട് വേണം കേട്ടോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോസേജാണ് കേട്ടോ. അപ്പോൾ ഇത് ബോയിൽ ചെയ്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി സോസേജ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പകരം ചിക്കൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ചിക്കനും ഇതൊന്നും ഇല്ലാതെ ഈ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് പിസ്സ റെഡിയാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ചൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ഫീൽ ചെയ്യും. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെജിറ്റബിൾസും എല്ലാം കവർ ചെയ്തിട്ട് കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് കൂടുതൽ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ.
അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ ഇങ്ങനെ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഈ ഒരു പിസ്സേൻ്റെ ഈ ഒരു പാൻ വെച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു 25 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ ഇതാ നല്ല പോലെ പിസ്സ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓവൺ ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു പിസ്സ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ആ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതാ പിസ്സ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, അത് നല്ലപോലെ ബേക്കായി, ഡോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്സ ഇത് അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ പിസ്സ റെഡിയാക്കാനായിട്ട് ഓവൺ വേണം നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിലും പിസ്സ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഓവണൊന്നും ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ ഒന്ന് പിസ്സ റെഡിയാക്കിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ പിസ്സ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയാണ് ഉള്ളൊക്കെ നന്നായിട്ട് ബേക്കായിട്ടുണ്ടോയെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് ഇതാ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരുപോലെ നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ അത്രയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.